ഹലോ. അങ്ങനെ ഞങ്ങൾ ആഗ്രഹിച്ച് മോഹിച്ച് ഞങ്ങളുടെ ഫാമിലി എല്ലാവരും കൂടെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുവാണ്. വേറെ എങ്ങോട്ടും അല്ല, ഗുരുവായൂരേക്കാണ്. ഫാമിലി എന്നാകുമ്പോൾ അങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചാൽ മതിയല്ലോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ അതേ റെയിൽവേ സ്റ്റേഷനിലെത്തി. അച്ഛനും ലല്ലുവൊക്കെ ആയിട്ട് എന്തോ സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ കുറച്ച് നേരം ലല്ലു വ്ളോഗ് എടുത്ത്, ഞാൻ കുറച്ച് സാധനമൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ പറ്റിയിട്ട് ലല്ലു സംസാരിച്ച് എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ ശേഷം ഞങ്ങൾ കുറച്ച് സെൽഫിയൊക്കെ എടുത്തു. ആ ഒരു എടുക്കായിരിക്കും നവ്യ വന്ന്. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ട്രെയിനിൽ കയറി കഴിഞ്ഞ് കുറച്ച് മിറർ സെൽഫിയൊക്കെ എടുത്ത് ഇങ്ങനെ കളിച്ചു. നല്ല രസമായിരുന്നു. ട്രെയിനിൽ മിറർ സെൽഫി എടുക്കുക എന്ന് പറയുന്ന ഒരു രസമാണല്ലോ. അങ്ങനെ ഞങ്ങൾ എടുത്തു. പിന്നെ ഞാൻ കുറച്ച് നേരം ഇരുന്നു. എനിക്ക് ഉറങ്ങണമെന്നുണ്ട്, പക്ഷേ ലൈറ്റ് കാരണം എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. പിന്നെ ഞങ്ങൾ ഗുരുവായൂരെത്തി കഴിഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും നല്ല കട്ട വിശപ്പായിരുന്നു. ലല്ലുതേ വിശന്ന് പിണങ്ങിയൊക്കെ കിടക്കുവാണ്. അങ്ങനെ ഞങ്ങൾ നേരെ അവിടെ കയറി ഒരു കാപ്പിയൊക്കെ കുടിച്ച് മസാല ദോശ കഴിച്ചു. പക്ഷേ വീഡിയോ എടുക്കാൻ മറന്നുപോയി, എന്തോ ചെയ്യാനാന്ന്. പിന്നെ ഞങ്ങൾ വെളുപ്പിനെ ആയപ്പോഴേക്കും കുളിച്ചൊരുങ്ങി സുന്ദരികളായി. കണ്ടില്ലേ എൻ്റെ ഷോ കണ്ടില്ലേ? അങ്ങനെ എല്ലാവരും വന്നു, എല്ലാവരും ഷോയൊക്കെ കാണിച്ചു. പിന്നെ ഞങ്ങളങ്ങനെ ഒരുങ്ങി. പിന്നെ കുറേ നേരം ഒരുങ്ങി, ക്ലിപ്പ് തീരണില്ലല്ലോ. അങ്ങനെ ഒരുങ്ങി സോജ വന്നു. സോജയുടെ പുച്ഛഭാവമാണ് മുഖത്ത് കാണുന്നത്. അതിനുശേഷം ഞങ്ങളെല്ലാവരും കൂടെ അതേ അമ്പലത്തിലെത്തി. ആദ്യം ഞാനും നവ്യയും കൂടെയാണ് അമ്പലത്തിലേക്ക് പോയത്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ ചെന്ന് നല്ലൊരു വൈബൊക്കെ ആയിരുന്നു, നല്ല കളക്ഷനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൻ്റെ ഒരു ഓരത്തിരുന്ന് കളക്ഷനൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന വീഡിയോ ആണ് ഇത് നിങ്ങൾ കാണുന്നത്. അതിനുശേഷം ഞങ്ങൾ കുറേ നേരം ഇങ്ങനെ ഷോ ഒക്കെ കാണിച്ചു കഴിഞ്ഞപ്പോഴേക്കും പുറകിൽ ആന നിൽക്കുന്ന കണ്ട്. എനിക്ക് തോന്നുന്നു എല്ലാ ദിവസവും അവിടെ ശീവേലി ഉണ്ടെന്നാണ് അച്ഛൻ പറഞ്ഞത്. അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ അമ്പലത്തിൽ നിന്നൊക്കെ തൊഴുതിറങ്ങിക്കഴിഞ്ഞ് ഞങ്ങൾ ഓർത്ത് നേരെയാണ് നമുക്ക് തൃശ്ശൂർ സൂവിലേക്ക് പോകാമെന്ന് പറഞ്ഞത്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളൊരു കാര്യം അറിഞ്ഞത്. ആ സൂവിലിപ്പം മൃഗങ്ങളൊന്നും ഇല്ല. ഒന്നോ രണ്ടോ മൃഗങ്ങൾ മാത്രമേ ഉള്ളൂ. എന്തായാലും വെയിലും കൊണ്ട് കുറേ നടന്നതല്ലേ എന്ന് കരുതി ഞങ്ങളങ്ങനെ നടന്ന് സൂവിലേക്ക് പോകുവാണ്. നല്ല വെയിലുണ്ട്, നിറച്ച് മാങ്ങയുള്ള മാവ്. അങ്ങനെ സൂവിലെത്തി കുറച്ച് മാനിനെയും ഒക്കെ കണ്ട്. പിന്നെ ഒരു ഹിപ്പോപ്പൊട്ടാമസിനെ കണ്ടായിരുന്നു. ആ ഹിപ്പോപ്പൊട്ടാമസിൻ്റെ വീഡിയോ പുറകെ വരുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ കുറേ ഇങ്ങനെ കണ്ട് നടക്കുവാണ്. അപ്പോൾ കൊച്ചു വീസൻ്റെ കയ്യിൽ വന്ന്, കൊച്ചു വീസൻ്റെ കയ്യിൽ നിന്നും പോകുന്നില്ലായിരുന്നു ആ സമയത്ത്. ഞങ്ങളിങ്ങനെ രണ്ടുപേരും കൂടെ ഇങ്ങനെ നടന്ന് കുറച്ച് വെള്ളം കുടിക്കും, അവനും കുടിക്കും ഞാനും കുടിക്കും. പിന്നെ അങ്ങനെ നടന്ന് അപ്പോൾ അവിടെ ഹിപ്പോപ്പൊട്ടാമസിനെ കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ പോണത്. കൊച്ചു വീസൻ്റെ കയ്യിലുണ്ട്. അങ്ങനെ കുറച്ച് ഇതിൻ്റെ പേര് മ്ലാവ് എന്ന് പറയുന്നത്. മ്ലാവിനെ കണ്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ടൊക്കെ, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം ഞാൻ തനിയെ സെൽഫിയൊക്കെ എടുത്ത് ഇങ്ങനെ നടന്ന്. അത് കൊച്ചു പീസല്ല, വേറെ ഏത് കൊച്ചു പീസാണ്. അങ്ങനെ ഞങ്ങൾ കണ്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ച ആളുടെ അടുത്തെത്തി. ഹിപ്പോപ്പൊട്ടാമസ് അവൻ വെള്ളത്തിൽ നിന്ന് കയറാൻ വേണ്ടിയിട്ട് ഒരു അരമണിക്കൂറെങ്കിലും ഞങ്ങളവിടെ കാത്തു നിന്നിട്ടുണ്ട്. ഇത്രയും നേരം ആ മുതുകും ഇടയ്ക്കൊന്ന് തലപൊക്കി തലയും കണ്ടെത്തല്ലാണ്ട് അവൻ വെള്ളത്തിൽ നിന്ന് കയറുന്ന ഒരു ലക്ഷണം ഇല്ലെന്നാണ് തോന്നുന്നത്. അപ്പോൾ ആൾക്കാരൊക്കെ കൂടിയ കൊണ്ട് അവർ ഫുഡൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ ഫുഡൊക്കെ എടുക്കാനൊന്നും പറഞ്ഞ് താല്പര്യമില്ലായിരുന്നു. പിന്നെ കുറച്ച് നേരം ലല്ലുവിൻ്റെ കൂടെ പാർക്കിലൊക്കെ പോയി കളിച്ച്. പിന്നെ വയസ്സായിട്ടുള്ളൊരു സിംഹത്തിനെ കണ്ട്, ഭയങ്കര വയസ്സായ സിംഹം. അതിന് കുറേ നാളുണ്ടാവുമെന്ന് അറിയാൻ മേല. പിന്നെ ഞങ്ങൾ പുറത്ത് ഇറങ്ങി. വേറൊരു വൈറ്റ് സിംഹത്തിനെ കണ്ടിരുന്നു. അത് ഗർഭിണിയായിരുന്നു, പക്ഷേ അതിൻ്റെ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് പോയി. പിന്നെ ഞങ്ങൾ പുറത്തൊരു കടയിൽ കയറുന്നത്, സൺഡേ ആയതുകൊണ്ട് തന്നെ കടയൊക്കെ ഓഫായിരുന്നു. അപ്പോൾ ഒരു ജനകീയ ഹോട്ടലിൽ കയറിയിട്ട് ഫുഡൊക്കെ കഴിച്ച്. നല്ല കറിയായിരുന്നു, നല്ല ഫിഷ് ഫ്രൈ ഒക്കെ കിട്ടി, നല്ല മുരിഞ്ഞ ഫിഷ് ഫ്രൈ ആയിരുന്നു. പക്ഷേ അതിനൊന്നും വീഡിയോ ഇല്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് റെയിൽവേ സ്റ്റേഷനിലെത്തി. എൻ്റെ വ്ളോഗ് ഇവിടെ അവസാനിപ്പിച്ചു. ശുഭം.